വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇൻക്രെഡിബിൾ ഇംഗ്ലീഷ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീഡിംഗ് കോംപ്രിഹെൻഷൻ റിലേറ്റഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. എ ക്വിക്ക് റിക്കാപ്പ്, അതുപോലെ തന്നെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ റിവിഷനാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം കുറച്ച് കുട്ടികൾക്കെങ്കിലും റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൾട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. എഴുതുമ്പം മിസ്റ്റേക്സ് വരുത്താറുണ്ട്. അപ്പോൾ അതിന് എങ്ങനെ അത് ഒഴിവാക്കാം, അതിനുള്ള ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് പറഞ്ഞു തരുന്നത്. ഇത് ഞാൻ എംപ്ലോയ് ചെയ്ത് നോക്കി എനിക്ക് യൂസ്ഫുൾ ആണെന്ന് ഫീൽ ചെയ്ത പോയിന്റ്സ് ആണ്. എല്ലാവർക്കും അത് ഒരുപോലെ ആവണമെന്നില്ല. എനിവേ ഗിവ് ഇറ്റ് എ ട്രൈ. അപ്പം നോക്കാം. ആദ്യം എന്തൊക്കെയാണ് 10 പോയിന്റ്സ് ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം റീഡിംഗ് ടെക്നിക്ക് എന്ന് പറഞ്ഞത് സ്കിമ്മിങ്, സ്കാനിങ് എന്ന് പറഞ്ഞ 2 ടെക്നിക്ക് നമുക്കറിയാം അല്ലേ, കേട്ടിട്ടുണ്ടാവും. സ്കിമ്മിങ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ യൂസ് ചെയ്യേണ്ട മെത്തേഡ്. നമുക്കൊരു പാസേജ് കിട്ടുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സ്കിമ്മിങ് ആണ്. സ്കിമ്മിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡിംഗ് ദ പാസേജ് ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ. ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ, ഒരു ജനറൽ ഐഡിയ, ഒരു ജനറൽ കോണ്ടന്റ് എന്താണ്, ഒരു ജനറൽ ആയിട്ട് പറഞ്ഞിരിക്കുന്ന അതിന്റെ മീനിങ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നടത്തുന്ന റീഡിംഗ് ആണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ ആ ഒരു പാസേജിന്റെ ജിസ്റ്റ് ആണ് നമുക്ക് കിട്ടേണ്ടത്, ഒരു മൊത്തത്തിലൊരു ഐഡിയ ആണ് നമുക്ക് കിട്ടേണ്ടത്. ഓൾസോ ദ ടോൺ ഓഫ് ദ സ്പീക്കർ ആൻഡ് തീം. ഇങ്ങനെ റീഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്കറിയാം സ്പീക്കർ ഏത് ടോൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഹ്യൂമറസ് ആണോ, സീരിയസ് ആണോ, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്, പിന്നെ അതിന്റെ തീം എന്താണ്, ഈ വക ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു സ്കിമ്മിങ് എന്നൊരു ടെക്നിക്കിലൂടെ തന്നെ കിട്ടുന്നതാണ്. സെക്കൻഡ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അതായത് പാസേജ് കിട്ടുമ്പോൾ ഫസ്റ്റ് സ്കിമ്മിങ് ചെയ്തു, ഓടിച്ചൊന്ന് വായിച്ചു. രണ്ടാമത് ചെയ്യേണ്ടത് ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻസ് അലോൺ, നോട്ട് ദി ഓപ്ഷൻസ്. ഓപ്ഷൻസ് റീഡ് ചെയ്യരുത്. ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ, ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഓപ്ഷൻസ് വായിക്കരുത്. ജസ്റ്റ് ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻസ് അലോൺ. ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പം നമുക്ക് ചില വേർഡ്സ് നമ്മളെ സ്ട്രൈക്ക് ചെയ്യും അല്ലെ, സം വേർഡ്സ് വിൽ സ്ട്രൈക്ക് us. ഓക്കെ, എസ്പെഷ്യലി സം വൊക്കാബുലറി, സം വേർഡ്സ്. അത്തരം വേർഡ്സിനെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, മനസ്സിലൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ഇതല്ലാതെ ഒരു മെത്തേഡ് ഉണ്ട്. ആദ്യം ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് പിന്നീട് സ്കിമ്മിങ് ചെയ്യാം, അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത് ആദ്യം സ്കിമ്മിങ് ചെയ്തു, അതായത് ജനറൽ ആയിട്ടൊരു ഐഡിയ കിട്ടി, ഒരു തീം, ടോൺ ഒക്കെ മനസ്സിലാക്കി പെട്ടെന്നൊന്ന് വായിച്ച്. സെക്കൻഡ് റീഡിങ്ങിന്റെ അകത്ത് സെക്കൻഡ് നമ്മൾ ചെയ്യേണ്ടത് ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തു. എന്നിട്ട് പിന്നെയും നമ്മൾ പാസേജ് റീഡ് ചെയ്യാണ്. റീഡ് ദ പാസേജ് അഗെയിൻ, ബട്ട് ദിസ് ടൈം എ ലിറ്റിൽ മോർ സ്ലോവർ. ആദ്യം നമ്മൾ ഓടിച്ചാണ് വായിക്കുന്നത്. സ്കിമ്മിങ് എന്നുള്ളത് റാപ്പിഡായി മൂവ്മെന്റ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. സ്കിമ്മിങ് ആണ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി സ്ലോ ആയിട്ട് വേണം വായിക്കാൻ. ഈ സെക്കൻഡ് ടൈം റീഡിങ്ങിൽ നമ്മൾ ചെയ്യേണ്ട 2-3 കാര്യങ്ങൾ, അതായത് നമ്മൾ വായിക്കുമ്പോൾ അതിൽ നമുക്ക് അറിയാൻ മേലാത്ത വേർഡ്സ് കാണും, നമുക്ക് ഫെമിലിയർ അല്ലാത്ത സ്ട്രേഞ്ച് വേർഡ്സ് കാണും. അതിനെ ഒന്ന് സർക്കിൾ ചെയ്ത് വെക്കുക. അതല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്തപ്പോൾ നമ്മൾ നോട്ട് ചെയ്ത ചില വേർഡ്സ് കാണും. ആ വേർഡ് ആയിരിക്കും ആ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത്. ആ വേർഡ് തന്നെയായിരിക്കും. ആ വേർഡ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാവാം, അല്ലെങ്കിൽ ആ വേർഡിലായിരിക്കും ആ ക്വസ്റ്റ്യൻ ഇരിക്കുന്നത്. അപ്പൊ അത്തരം വേർഡ്സ് ഉണ്ടല്ലോ, അപ്പൊ ആ വേർഡ്സിനെയും പാസേജിൽ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ കാണും. നമ്മളൊന്ന് വായിച്ചത് കൊണ്ട് നമ്മുടെ മനസ്സിൽ കാണും. അറ്റ്ലീസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു കാര്യം കണ്ടല്ലോ എന്നൊരു അങ്ങനെയെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ തോന്നുന്ന വേർഡ്സിനെ ഒന്ന് സർക്കിൾ ചെയ്ത് വെക്കുക. വളരെ ലൈറ്റ് ആയിട്ട് പെൻസിൽ കൊണ്ടൊന്ന് സർക്കിൾ ചെയ്ത് വെക്കുക. അലോങ് വിത്ത് ദിസ്, നമ്മൾ ഓരോ പാരഗ്രാഫ് റീഡ് ചെയ്യുമ്പോഴും ആ പാരഗ്രാഫിലെ സബ്ജക്ട് മാറ്റർ എന്താണ് അവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ ഒറ്റ വേർഡിലൊന്ന് സൈഡിൽ പാസേജിന്റെ പാരഗ്രാഫിന്റെ അടുത്തായിട്ട് പെൻസിൽ കൊണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക. അതായത് ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ആയിരിക്കാം, ഒരു കേസ് ആവാം, അല്ലെങ്കിൽ ആ കേസിനുള്ള സൊല്യൂഷൻസ് ആവാം, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടായ എക്സ്പീരിയൻസ് ആവാം, അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും റിസൾട്ട്, ഔട്ട്കംസ് ആവാം, അല്ലെങ്കിൽ കോൺസിക്വൻസസ് ആവാം. അപ്പൊ എന്താണോ പറഞ്ഞിരിക്കുന്നത്, ഓരോ പാരഗ്രാഫിലും എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, എക്സാക്റ്റ് അല്ലെങ്കിലും ഏകദേശം അത് എന്താണെന്ന് മനസ്സിലാകും. അത് നമ്മൾ ആ സൈഡില് പാരഗ്രാഫിന്റെ അടുത്തായിട്ട് പെൻസിൽ കൊണ്ട് ഒന്ന് എഴുതി വെക്കുക. ഇത് എന്തിനാണ് ഇങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ജുഡീഷ്യസ് ആയിട്ട് ടൈം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ടൈം മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ
ആ വേർഡ് കാണുമ്പോൾ നമുക്ക് ആ വേർഡ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ആസ് സൂൺ ആസ് ആ വേർഡ് കാണുമ്പോൾ ഈ വേർഡ് ഇന്ന ഭാഗത്ത് നമ്മൾ സർക്കിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ ഏരിയ മാത്രം നോക്കിയാൽ മതി. പിന്നെയും ബിഗിനിങ് തൊട്ട് വായിച്ചു വരണ്ട. അവിടെ അതിനുള്ള ആൻസർ നമുക്ക് കിട്ടിയില്ലെങ്കിൽ മാത്രം ബാക്കിയുള്ളത് വായിച്ചാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് ടൈം അവിടെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അഗെയിൻ ഓരോന്നിന്റെയും നേരെ നമ്മൾ ഇന്ന പാരഗ്രാഫിൽ ഇന്ന കാര്യത്തെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നതെന്നും കൂടെ എഴുതുമ്പം സെയിം ടൈം മാനേജ്മെന്റ് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ മൂന്നാമത്തെ ഓർഡർ അനുസരിച്ച് എന്താ നമ്മൾ ചെയ്യേണ്ടത്? പാസേജ് കുറച്ചുകൂടെ പതിയെ വായിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ആൻസർ ചെയ്യാൻ തുടങ്ങുകയാണ്. സ്റ്റാർട്ട് ആൻസറിങ് വൺ ബൈ വൺ. ദിസ് ടൈം റീഡ് മച്ച് മോർ സ്ലോവർ ദാൻ ദ 2 times which we have done before. അതായത് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് സംതിങ് ലൈക്ക് എ സ്കാനിങ്. സ്കാനിങ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്പെസിഫിക് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി റീഡ് ചെയ്യുന്നു. അതുപോലെ അപ്പൊ ഒരു ആൻസർ കിട്ടാൻ വേണ്ടി നമ്മൾ റീഡ് ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ ഇത്ര കൂടെ സ്ലോ ആയിട്ടാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. ഇനി ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെഫിനറ്റ്ലി ക്വസ്റ്റ്യൻ നമ്മൾ കിട്ടിക്കഴിയുമ്പം ആൻസർ, അപ്പം അതിനുള്ള ആൻസർ ആസ് സച്ച് പാസേജിൽ കാണും. അപ്പം മോസ്റ്റ് ഓഫ് ദി ചിൽഡ്രൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കും. അതിന് പകരം ഒരു ചെറുതായിട്ടെങ്കിലും ഒന്ന് റീഫ്രേസ് ചെയ്താൽ നല്ലതായിരിക്കും. ഓക്കെ, കുറച്ച് വളരെ വലിയ മോഡിഫിക്കേഷൻസ് ഒന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് റീഫ്രേസ് ചെയ്യുക. ട്രൈ ടു റീഫ്രേസ് ദ ആൻസർ ഓൺ യുവർ ഓൺ. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് ഫ്രീ ഫ്രം മിസ്റ്റേക്സ്. എന്തൊക്കെ തന്നെയാണെങ്കിലും ഒരു ഇംഗ്ലീഷ് എക്സാം ആണ്. സോ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ് ഗ്രമറ്റിക്കൽ മിസ്റ്റേക്സ് ആസ് വെൽ ആസ് സ്പെല്ലിംഗ് എറർ. ഇതൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കണം. അപ്പം ഈ ആൻസേഴ്സ് പ്രസന്റ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി ഈ 2 marks ആൻസർ ഇൻ അബൌട്ട് 40 words എന്നിട്ട് 2 mark ആയിരിക്കും തന്നിരിക്കുന്നത്. അത്തരം ആൻസേഴ്സ് ഒക്കെ ചെയ്യുമ്പം അതിൽ ഗ്രമറ്റിക്കൽ അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, അടുത്തത് ഇനിയാണ് ഈ പാസേജിൽ വളരെ ട്രിക്കി ആയിട്ടുള്ള ചില വേർഡ്സ് കാണും, അല്ലെങ്കിൽ ട്രിക്കി ആയിട്ടായിരിക്കും അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്, ഒന്ന് കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ വിട്ടുകളയും ആ ഒരു ഭാഗം. അതായത് ചില വേർഡ്സ് ഉണ്ട്, വേർഡ്സ് ലൈക്ക് ഹൗ എവർ, ബട്ട് പോലെയുള്ള വേർഡ്സ്. ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ് അറ്റത്ത് ഒരു ഹൗ എവറോ ഒരു ബട്ടോ കാണും. നമ്മൾ പെട്ടെന്ന് വായിച്ചു പോകുമ്പോൾ ഈ ഹൗ എവറും ബട്ടും ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. ഫലം എന്താണ്? ആ പോസിറ്റീവ് നെഗറ്റീവ് ആയെങ്കിലും നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ആദ്യം വായിച്ചത് വെച്ചിട്ടായിരിക്കും ആൻസർ ചെയ്യുന്നത്. സോ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മൾ ആൻസർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരം വേർഡ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കെയർഫുൾ ആവുക. ഓക്കെ, അതുപോലെ തന്നെ ഡബിൾ നെഗറ്റീവ്സ്, യൂസ് ഓഫ് ഡബിൾ നെഗറ്റീവ്സ്. ഈ ഡബിൾ നെഗറ്റീവ്സിന്റെ യൂസേജ് ആക്ച്വലി ഇറ്റ്സ് റോങ്. ഗ്രമറ്റിക്കലി പറയുവാണെങ്കിൽ അത് റോങ് ആണ്. ബട്ട് നമുക്ക് അറ്റ് ടൈംസ് ഇങ്ങനത്തെ യൂസേജ് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഷീ ഈസ് നോട്ട് അൻ അട്രാക്റ്റീവ്. അപ്പം ഷീ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞതിന് പകരം ഷീ ഈസ് നോട്ട് അൻ അട്രാക്റ്റീവ്, അല്ലെങ്കിൽ ഷീ ഈസ് അട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ മതി. ബട്ട് ഇങ്ങനെ പറയുള്ളൂ, മേ ബി ടു കൺഫ്യൂസസ്, അങ്ങനെ തന്നെ ആയിരിക്കാം. അപ്പൊ അത്തരം വേർഡ്സ് വരുമ്പം, ഡബിൾ നെഗറ്റീവ്സ് വരുമ്പം ഒന്ന് ശ്രദ്ധിക്കുക. ഈവൻ ഇൻ ദ കേസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആസ് വെൽ ഇതുപോലെ ഡബിൾ നെഗറ്റീവ്സ് കയറി വരാം. നോക്കിക്കേ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തന്നിരിക്കുന്നത് നോക്കി, സെലക്ട് ദ ഇൻഅപ്രോപ്രിയേറ്റ് റീസൺ ഫോർ നെഗേറ്റിംഗ് ദ ഇൻസ്റ്റന്റ് കോഫി ആറ്റിറ്റ്യൂഡ്. ഒരു പാസേജിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻസ്റ്റന്റ് കോഫി ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ബ്രെഡ് വിന്നിംഗ് ആറ്റിറ്റ്യൂഡ്, ബ്രെഡ് മേക്കിംഗ് ആറ്റിറ്റ്യൂഡ്, അതിനെക്കുറിച്ചുള്ള ഒരു പാസേജ് ആണ്. ആ പാസേജിൽ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ നോക്കിയാൽ ഞാൻ അണ്ടർലൈൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന 2 വേർഡ്സ് ഇൻഅപ്രോപ്രിയേറ്റും നെഗറ്റീവ് വേർഡ്സ് ആണ് അല്ലെ. ഇപ്പൊ ഈസി ആയിരുന്നു, സെലക്ട് ദ അപ്രോപ്രിയേറ്റ് റീസൺ ഫോർ നെഗേറ്റിംഗ് ദ ഇൻസ്റ്റന്റ് കോഫി ആറ്റിറ്റ്യൂഡ് എന്നായിരുന്നെങ്കിൽ ഈസി ആയിരുന്നു ആൻസർ. ക്വസ്റ്റ്യൻ ഇസ് വെരി ക്ലിയർ അല്ലെ. നെഗേറ്റിംഗ് ദ ഇൻസ്റ്റന്റ് കോഫി ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ റിജക്റ്റിംഗ് ദ ഇൻസ്റ്റന്റ് കോഫി ആറ്റിറ്റ്യൂഡ്. ഇൻസ്റ്റന്റ് കോഫി ആറ്റിറ്റ്യൂഡിനെ വേണ്ടാന്ന് വെക്കാനുള്ള അപ്രോപ്രിയേറ്റ് റീസൺ എന്താണ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ ഓക്കെ. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇൻഅപ്രോപ്രിയേറ്റ് റീസൺ, ദ റീസൺ വിച്ച് ഇസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ റിജക്റ്റിംഗ് ദ ഇൻസ്റ്റന്റ് കോഫി ആറ്റിറ്റ്യൂഡ്. അപ്പൊ ചില സമയത്ത് നമ്മൾ വായിക്കുമ്പം ഈ ഇൻഅപ്രോപ്രിയേറ്റിലെ അങ്ങ് വിട്ടുകളയും, ശ്രദ്ധിക്കില്ല. അങ്ങനെ നമുക്ക് മിസ്റ്റേക്സ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം എല്ലാ പാസേജിലും ഒരെണ്ണമെങ്കിലും ഒരു വെക്കാബ് സെഷൻ ആയിരിക്കും അല്ലെ. ഒന്നില്ലെങ്കിൽ സിനോണിംസ് എഴുതാൻ, സിനോണിംസ് എന്ന് പറയുമ്പോഴത്തേക്കും മീനിങ് ഓഫ്, അല്ലെങ്കിൽ ആന്റണിംസ്. ആ തന്നിരിക്കുന്ന വേർഡിന്റെ ആന്റണിം എഴുതുക, അല്ലെങ്കിൽ തന്നിരിക്കുന്ന വേർഡിന് സിമിലർ ആയിട്ടുള്ള ഒരു അതിന് പറ്റുന്ന ഒരു ആന്റണിം ഫൈൻഡ് ഔട്ട് ചെയ്യുക ഫ്രം ദ പാസേജ്. മോസ്റ്റ് ഓഫ് ദ കേസസ് പാരഗ്രാഫ് നമ്പറും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം
അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്ത് ചെയ്യണം? ഓപ്ഷൻസ് ഉള്ളതാണെങ്കിൽ ഓപ്ഷൻസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. ഓപ്ഷൻസിലുള്ള വേർഡ്സിനെ എവിടെയാണോ, ഏത് വേർഡിനെയാണോ നമുക്ക്, ഏത് വേർഡിന്റെ മീനിങ് ആണോ കണ്ടെത്തേണ്ടത്, ആ വേർഡിന്റെ അവിടെ ആ വേർഡിനെ റീപ്ലേസ് ചെയ്ത് ഓപ്ഷൻസിലുള്ള ഓരോന്നിനെയും പ്ലേസ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ എലിമിനേഷൻ മെത്തേഡ് ട്രൈ ചെയ്യുക. അതായത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെ ആദ്യം ലീവ് ചെയ്ത് ഫൈനൽ കിട്ടുന്ന ഒരെണ്ണം, അതായിരിക്കും ഇതിന്റെ ആൻസർ. ഓക്കെ. അപ്പൊ ഇനി ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ റീഡ് ചെയ്യുന്ന ടൈമില് ഒത്തിരി ട്രിവിയൽ ഡീറ്റെയിൽസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അൺനെസസറി ആയിട്ട് ഒത്തിരി ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിന് മാക്സിമം ഒത്തിരി സ്ട്രെസ് അതിന് കൊടുക്കേണ്ട ആവശ്യം ഇല്ല, കൂടുതൽ അറ്റൻഷൻ അതിന് പേ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് ഒരു റീഡിംഗ് കോംപ്രിഹെൻഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം എന്നുള്ള ടെക്നിക്ക്. ആദ്യം സ്കിമ്മിങ് ചെയ്യുക, പെട്ടെന്നുള്ള വായന. സെക്കൻഡ് ടൈം ക്വസ്റ്റ്യൻസിൽ പോവുക, ഓപ്ഷൻസ് വായിക്കാതെ. ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ കിട്ടുന്ന വേർഡ്സിനെ സർക്കിൾ ചെയ്ത് വെക്കുക. ഓൾസോ നമുക്ക് പുതിയ വൊക്കാബ്സ് കാണുന്നതിനെയും സർക്കിൾ ചെയ്ത് വെക്കുക. അങ്ങനെ ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നു. തേർഡ് ടൈം എന്ന് പറയുന്നത് എന്താണ്? ക്വസ്റ്റ്യൻസ് വായിച്ചതിന് ശേഷം എഗെയിൻ ഒന്നുകൂടെ സെക്കൻഡ് ടൈം റീഡിങ് ചെയ്യുക. അപ്പം നമ്മൾ ഈ പറഞ്ഞ പാരഗ്രാഫ് നേരെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് 1 by 1 ആൻസർ ചെയ്യുക. ആ ടൈമിൽ നമ്മൾ ചെയ്യുന്നതാണ് സ്കാനിങ്. ഇതാണ് ഇതിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട മെത്തേഡ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും, കൂടുതൽ സമയം പോവില്ല അവിടെ. ഓക്കെ. Hope this is useful to you. Again, I know that exam is around the corner. അപ്പോൾ ഇനി അധികം സമയമില്ല. ആക്ച്വലി യു മൈറ്റ് ഹാവ് പ്രാക്ടീസ്ഡ് സോ വെൽ, അല്ലേ? ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ. അപ്പം പ്രാക്ടീസിലൂടെ തന്നെ നമുക്കത് പെർഫെക്റ്റ് ആക്കാൻ പറ്റുള്ളൂ. ഇനി പ്രാക്ടീസ് അധികം ചെയ്തിട്ടില്ലാത്തവരെ ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്ത് നോക്കുക. ഹോപ്പ് ദിസ് വിൽ ബി യൂസ്ഫുൾ. താങ്ക് യു.